അതെ, പ്ലാന്റ്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിനായിരിക്കും ഇവിടെ കിട്ടുന്നത്. ജെന്യൂനായിട്ട് നമ്മുടെ മദർ പ്ലാന്റിന്റെ തന്നെ തൈകളാണ്. ഈ തൈകളൊക്കെ ഒരു 500 രൂപ റേഞ്ചിന്റെ തൈകളാണ്. നമുക്ക് പല വിലയുടെ ഉണ്ട്, 300 തുടങ്ങി 2000 വരെ. പല വലുപ്പവും പല ഏജ് അനുസരിച്ച വില വരുന്നത്. നീറ്റിംഗ് പ്ലാന്റുകൾ നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം, നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ള നല്ല കട്ടിയുള്ള പ്ലാന്റുകളാണ് നമ്മുടെ. ബഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇനി നമുക്ക് ബഡ് 1-2 വർഷത്തിന്റെ അടുത്തായി ഈ പ്ലാന്റ്. ഇനി 1 വർഷം കൊണ്ട് കായ്ക്കും, അടുത്ത വർഷം കായ്ക്കും നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്ന പ്ലാന്റ്. നമ്മുടെ പുലാസാന്റെ ചെടി ഇതാണ്. ഇപ്പൊ ഇരിക്കുന്ന ചെറിയ അധികം വലുപ്പമില്ല, 2.5 അടി ഹൈറ്റ്. നമുക്ക് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെർലിൻ നഴ്സറിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും, മെർലിൻ നഴ്സറി പരിയാരം എന്ന് പറഞ്ഞിട്ട് എഴുതി കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം മെയിനായിട്ട് വരുന്നത് അതിരപ്പള്ളി റൂട്ടിലോട്ട് പോകുമ്പോഴാണ്. ചാലക്കുടി ഏരിയയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് അല്ലേ? ചാലക്കുടിക്ക് അടുത്ത് പരിയാരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ മെർലിൻ നഴ്സറിയിൽ എന്താണ് നമുക്ക് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെർലിൻ നഴ്സറിയിൽ നമുക്ക് ഒരുപാട് നല്ല പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാംഗോസ്റ്റിൻ അല്ലേ, മാംഗോസ്റ്റിൻ പ്ലാന്റ് ചെയ്തേക്കുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രത്യേകത. മെർലിൻ നഴ്സറിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്ന സവിശേഷതയാണ് മാംഗോസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ചെയ്തിരിക്കുന്ന കേരളത്തിൽ ഈ ഒരു നഴ്സറിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഓൾമോസ്റ്റ് പോകുന്നതെല്ലാം തന്നെ അല്ലേ? അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്തായാലും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ സംരംഭകനായിട്ടുള്ളത് അല്ലേ, സംരംഭകൻ എന്ന് പറയാം, ആളുടെ ഫാദറാണ് മെയിനായിട്ട് ഇത് തുടങ്ങിയത്. അപ്പോൾ ഫാദറിന്റെ പേരൊന്ന് ചോദിക്കുകയാണ്. ഫാദറിന്റെ പേര് മെർലിൻ, അതാണ് മെർലിൻ നഴ്സറി എന്നിട്ടേക്കുന്നത്. അതെ അതെ, ആളാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. 35 കൊല്ലം മുന്നാണ് മാംഗോസ്റ്റിൻ മരങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ആദ്യം ചെയ്തൊരു പ്ലാന്റേഷൻ, അങ്ങനെ ഞങ്ങൾക്ക് അവകാശപ്പെടാം, കേരളത്തിലെ മാംഗോസിന്റെ ആദ്യത്തെ പ്ലാന്റേഷൻ കൃഷിക്ക് വേണ്ടി ഒരുമിച്ച് പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാനത് എടുത്ത് പറഞ്ഞതാണ്, കാരണം അതൊരു നല്ലൊരു സവിശേഷതയാണ്. ആ ഒരു നെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛനോടുള്ള ഒരു ആദര സൂചകം, അതേപോലെ തന്നെ ആളാണ് ഉണ്ടാക്കിയത് എന്നുള്ള ബേസിൽ അതാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൃഷിഭൂമിയുടെ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനലിലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടാണെങ്കിൽ പോവാം. അപ്പോൾ ഞാനിവിടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റംബൂട്ടാൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഭംഗിയോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ റംബൂട്ടാൻ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ വലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കുട പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് ടൈമാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തു, വേറെ നിവർത്തിയൊന്നുമില്ല, മഴ മാറുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട പിടിച്ചിറങ്ങി അവസാനമാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നമ്മൾ അടിപൊളി വീഡിയോസ് ഇട്ട് ചെയ്യും നമ്മളെന്തായാലും. അപ്പോൾ ചേട്ടാ ഇവിടെ ഇപ്പോൾ റംബൂട്ടാനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ റംബൂട്ടാനെ കുറിച്ചൊന്ന് ചോദിക്കാം. റംബൂട്ടാനിൽ ഏതൊക്കെയാണ് ഏറ്റവും നല്ല വെറൈറ്റി? റംബൂട്ടാനിൽ N18 ആണ് ഏറ്റവും നല്ല വെറൈറ്റി. നമ്മൾ ഈ മോളിൽ കാണുന്ന ഫ്രൂട്ടാണ് N18. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ സീസർ എന്ന് പറയും, വലിയ റംബൂട്ടാനായിരിക്കും. കിങ്, കേജ്, ഇതൊക്കെ വലിയ ടൈപ്പ് റംബൂട്ടാണ്, പക്ഷെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഇത്രം നമുക്കൊരു മരത്തിൽ ക്വാണ്ടിറ്റി കാണില്ല. എപ്പോഴും N18 ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക കൊമേഴ്ഷ്യൽ പ്ലാന്റിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിരിഞ്ഞു വരുന്ന ഫസ്റ്റ് കാണുന്ന തന്നെ ഈ റംബൂട്ടാൻ. അപ്പോൾ ഞങ്ങളുടെ സീസൺ ഏതാണ്ട് തീർന്നു. അപ്പോൾ ഇനി ഫ്രൂട്ടിന് വരുന്നവരാണെങ്കിൽ വിളിച്ചിട്ട് വരിക, കൺഫേം ചെയ്തുണ്ടെങ്കിൽ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. മുന്നത്തെ ആണെങ്കിൽ മെയ് ജൂൺ ടൈമിൽ എപ്പോഴും ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഈ മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, N18, പുലാസാൻ, ഇത് മൂന്നുമാണ് നമ്മുടെ മദർ പ്ലാന്റ് ഉള്ള. അത് തന്നെ അതിൻ്റെ തൈകൾ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ N18 എന്ന് പറഞ്ഞ റംബൂട്ടാനാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത് മുഴുവൻ. പിന്നെ നമുക്ക് മാംഗോസ്റ്റിൻ കാണാം. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ മാംഗോസ്റ്റിൻ കുറച്ചൊക്കെ നമുക്ക് പറിക്കാനുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഓൾമോസ്റ്റ് സീസൺ കഴിഞ്ഞു, 90% സീസൺ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ അങ്ങോട്ട് നടന്ന് കാണാം ബാക്കിയുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നടന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കുട പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടക്കാം. അപ്പോൾ ചേട്ടാ, ഞാനിപ്പോൾ ചേട്ടൻ്റെ നെയിം ഒന്ന് ചോദിക്കുകയാണ്. നെയിം എന്തായാലും നമ്മൾ ചോദിച്ചില്ല എന്ന് തോന്നുന്നു. എൻ്റെ പേര് മനു മെർലിൻ. ഞാൻ മെർലിൻ എന്ന് പറഞ്ഞ അപ്പച്ചനാണ്. ആളുടെ രണ്ടാമത്തെ മകനാണ് മനു. മിഥുൻ എന്ന് പറഞ്ഞ എനിക്കൊരു ചേട്ടനും കൂടി ഉണ്ട്. ഞാനും ചേട്ടനും അപ്പച്ചനും കൂടിയാണ് ഈ നഴ്സറിയും അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിൻ്റെ ബിസിനസ്സിൽ ഞങ്ങൾക്കൊരു പാർട്ണറോട്, ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ പ്രദീപ് എന്ന് പറഞ്ഞ, അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരാണ് മെയിനായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഒക്കെ ചെയ്യണം. അപ്പച്ചനായിട്ടാണ് ഈ പ്ലാന്റേഷൻ മുഴുവൻ പ്ലാന്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ല, അപ്പച്ചനായിട്ടാണ്. പിന്നെ ഇവിടെയുള്ള ചെറിയ
കൃഷിക്കാരുണ്ടല്ലോ കുറച്ച് മരങ്ങളുള്ളവർ, അവർക്ക് ഒരു പക്ഷേ അത് അങ്ങനെ പുറത്തേക്ക് കയറ്റി വയ്ക്കാനും ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടി പറ്റില്ല. അപ്പം അതും നമ്മൾ ഇവിടെ നിന്ന് ലീസ് എടുക്കും, ഒരു ഇയറിലെ കോൺട്രാക്ട് 2 മാസത്തേക്ക്, അങ്ങനെ അതും എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഇപ്പോൾ ഏതാണ്ട് സീസൺ കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വണ്ടികൾ വന്ന് ഫ്രൂട്ട് ഇവിടെ ഇട്ടിട്ട് വീണ്ടും പോയി എടുത്ത് അങ്ങനെ കളക്ട് ചെയ്ത് പോകണതാണ്. അപ്പോൾ അത് ഈ പുറമേ ഉള്ള തോട്ടങ്ങളിൽ വരേണ്ടതാണ്. അങ്ങനെ ഓവറോൾ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഈ എല്ലാ കൊല്ലം സെയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നടന്നു വരുമ്പോൾ, അതായത് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരുപാട് ചെടികളാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്, അതായത് പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലിങ്ങിന് വയ്ക്കുന്ന പ്ലാന്റ്സുകളാണ്. അതെ, അതായത് ഇപ്പോൾ നിങ്ങൾ 2 സൈഡിലും തിരിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ നഴ്സറിക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2 സൈഡിൽ ഇതെല്ലാം മാംഗോസ്റ്റിൻ പ്ലാന്റുകളാണ്. അതിൻ്റെ 2 സൈഡിലും കാണുന്ന വലിയ മരങ്ങളെല്ലാം മാംഗോസ്റ്റിൻ മരങ്ങളാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാം മാംഗോസ്റ്റിൻ മരങ്ങളാണ്. ഈ തൈകളൊക്കെ ഒരു 500 രൂപ റേഞ്ചിൻ്റെ തൈകളാണ്. നമുക്ക് പല വിലയുടെ ഉണ്ട്, 300 തുടങ്ങി 2000 വരെ, പല വലുപ്പവും പല ഏജ് അനുസരിച്ചാണ് വില വരുന്നത്. അതെ, അപ്പോൾ നമുക്ക് അങ്ങനെ പല ഇത് ഇവിടുന്ന് തിരിഞ്ഞു തുടങ്ങി ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ തൈകൾ വെച്ചേക്കുന്നത്. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ചെടികൾ. നമ്മുടെ തന്നെ മദർ പ്ലാന്റിന്റെ ജെന്യൂൻ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ സ്ട്രെങ്ത്തും അതിൻ്റെ ഒരു ഗ്രോത്തും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. മറ്റുള്ള സ്ഥലത്ത് പോകുന്നതിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ പ്ലാന്റുകൾക്ക്. അത് നമ്മൾ ജെന്യൂൻ ആയിട്ട് നമ്മുടെ കൊടുക്കും. നമ്മൾ ഇതുവരെ കൊടുത്തവരാരും നമുക്ക് തിരിച്ച് പരാതി പറഞ്ഞിട്ടില്ല. അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ വന്നാൽ മാത്രമാണ് നമ്മളുടെ തൈകളാന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഡയറക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഓൺലൈൻ ഡെലിവറി ഇല്ല. അത് പ്രത്യേകം പറയുന്നത്, എല്ലാവരും ചോദിക്കും നമുക്ക് കൊറിയർ ഉണ്ടോ ഇല്ലെന്ന്. നമുക്കതില്ല, നമ്മുടെ ഫാമിൽ തന്നെ വന്ന് എടുക്കണം. അതിന്റെ പുറകിലൊരു റീസൺ കൂടി ഉണ്ട്. കാരണം ഭയങ്കര റിസ്ക് ആണ്. അതായത് കൊറിയർ ആണെങ്കിലും മറ്റ് ചാർജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കൂടുതലാണ് ഈ ഒരു ഓൺലൈൻ. അതിൽ മെയിൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിലും കൂടുതൽ റിസ്ക് തോന്നി. ഇത് മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ മരം വളരെ പതുക്കെ വളരുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന 4 വർഷമായിട്ടുള്ള ചെടിയാണ്. ഈ 4 വർഷമായിട്ടുള്ള ചെടി തലൊടിഞ്ഞു പോയാൽ പിന്നെയും 8 വർഷത്തിൽ അത് കായ്ക്കുക, പിന്നെ 2-3 വർഷം വൈകും അത് കായ്ക്കാൻ. അപ്പോൾ കൊടുക്കുന്നത് ഈ 12 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത്ര നാൾ വൈകും. അപ്പം നമ്മൾ അത്രയും കറക്റ്റായിട്ട് കൊറിയർ സർവീസ് ചെയ്യുന്ന ആരും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. 2-3 ട്രയൽ ചെയ്തു, അതോടെ നിർത്തി. പിന്നെ ഇത് എപ്പോഴും നല്ലത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറിയാലോ, ഈ അഡ്രസ്സിൽ വന്ന് വാങ്ങിച്ചാൽ ജെനുവിനായിട്ട് കൊണ്ടുപോയി 4 അടി ഹൈറ്റ് വരെയുള്ള നമുക്ക് കാറി വെച്ച് കൊണ്ടുപോകാം. അതിൽ മുകളിലുള്ള തൈകളാണ് 500 രൂപയുടെ തൈ, അതിൽ മുകളിലുള്ള തൈകളാണ് പിന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഇതിന് പുറകിലുള്ള ഒരു കാര്യം. പിന്നെ ഇത് ഒരുപാട് പേര് എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഞാനത് ചോദിച്ചപ്പോൾ ബ്രോക്കാണെങ്കിൽ അത് മനസ്സിലായല്ലോ. ഇത്ര മകലേന്ന് വന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കൊറിയർ ഇല്ലാതെ അവർക്ക് ആ തൈ കിട്ടില്ല എന്ന്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലാണ് കിട്ടുന്ന ആൾക്കാർക്കെങ്കിലും ജെനുവിനായിട്ട് കിട്ടണം, നല്ല നമ്മൾ കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ കിട്ടണം. നമുക്ക് പ്രൈഡ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട് ഇത്ര നാൾ തൈ കൊടുത്തതിൽ, അത് കളയരുത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടായ ഇഷ്യൂ കാരണം ഒരു ആൾക്കത് കിട്ടാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. കാരണം ആ ഒരു കോസ്റ്റുകൾ ഒരുപാട് വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ല രീതിയിലാണെങ്കിൽ കൊറിയർ ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് അതിന് പുറകിലുള്ള കാര്യം. നമുക്ക് കൊറിയർ ഇല്ല. ഫ്രൂട്ട് ആണെങ്കിലും ഫാമിൽ വന്ന് എടുക്കണം. സീസണിലാണെങ്കിൽ വിളിക്കുക. എല്ലാം ഈ ജൂൺ ടൈമിൽ നമുക്ക് ഫുൾ ടൈം സീസണിൽ ഫ്രൂട്ട് ഉണ്ടാവും. വിളിച്ചതിന് ശേഷം മാത്രം വരെ 2-3 കിലോ. ഇപ്പോൾ ആര് വന്നാലും നമ്മൾ ഫ്രൂട്ട് കൊടുക്കും. പക്ഷേ ഫ്രൂട്ട് ഉണ്ടെങ്കിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചിട്ട്, പെട്ടെന്ന് വന്ന് ചിലപ്പോൾ ചോദിച്ചാൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. പിന്നെ തന്നെ നിങ്ങൾ വന്നപ്പോൾ ഒരാൾ വന്നു, അത് പക്ഷെ അവർക്ക് അറിയില്ല, വിളിച്ച് ചോദിച്ചിട്ട് വേറെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് ഇന്ന് പറിക്കുന്നു, ബൾക്ക് ഓർഡറിന് വേണ്ടി ഇന്ന് പറിക്കുന്നു, അന്ന് കാലത്തോട് വൈകുന്നേരം വരെ ഫ്രൂട്ട് ഉണ്ടാവും. 4 മണിക്ക് ശേഷം ആ ഫ്രൂട്ട് കയറി പോകും, പിന്നെ ഉണ്ടാവില്ല. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 20 കിലോ ഫ്രൂട്ട് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു ടീം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സംഭവം ഇവിടെ ഇല്ല, നമ്മൾ പറിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, മഴയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടു ഞാനത് ഡയറക്റ്റ് കണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്കാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഒരുപാട് കാര്യങ്ങളോടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നടന്നു വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്ലാന്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ചെറിയ പ്ലാന്റുകളാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഞാനോട് ചോദിക്കാം, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം? ഇതിപ്പോൾ നമുക്ക് ഒരു തട്ട് വിരിഞ്ഞ തൈ, 2 തട്ട് വിരിഞ്ഞ തൈ ഉണ്ട്. തട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ബ്രാഞ്ചാണ്. ഒരു തട്ട് വിരിഞ്ഞതിന് നമ്മൾ 300-ഉം 2 തട്ട് വിരിഞ്ഞ 500, അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക റേറ്റ് ഏകദേശം. ഇതിൽ കുറച്ചുകൂടി വലിയ തൈ ഉണ്ട്, ഒരു 2 തട്ട് വിരിഞ്ഞ ഒരു 500-ൻ്റെ. ആ തൈയാണ് കൂടുതൽ നമ്മൾ പ്ലാന്റിങ്ങിന് സജസ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഇതിന് വളർച്ച കുറച്ച് സ്പീഡ് ഉണ്ട്. ഇതുവരെ വളരെ സ്ലോയിലാണ് ഇത് വളരെ സ്ലോയിലും വളരെ അതിലൊരു 50-60% കവർ മാറ്റി വെച്ച് പോകുമ്പോൾ നമുക്കത് നഷ്ടമാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ തൈ 500 രൂപ എങ്ങനെ വാങ്ങണു, 300 രൂപ എന്തുകൊണ്ട് വാങ്ങണു എന്നുള്ള പറഞ്ഞാൽ അതുവരെ വരുമ്പോൾ തൈക്ക് ലോസ് ഉണ്ട്. ഓരോ പ്രാവശ്യം 6 മാസത്തിൽ മണ്ണ് മാറ്റി നിറച്ച് നമ്മൾ കൂടെ വലുതാക്കിയൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ
ഇരിക്കുന്ന ഒരു സെക്ഷൻ നമുക്കൊരു 300-400 റേഞ്ചിൻ്റെയാണ്. പിന്നെ 500-ൻ്റെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് അപ്പുറത്ത് ഏറ്റവും കൂടുതൽ പ്ലാന്റിങ് ആൾക്കാർ കൊണ്ടുവന്ന് തൈ. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ വലിയ തൈ ഇരിക്കുന്നുണ്ട്, ഒരു 8 അടി 10 അടി വരെ ഹൈറ്റുള്ള തൈ ഉണ്ട്. 2000 രൂപ വരും. അത് 6 വർഷം. 6 വർഷം നിങ്ങൾക്ക് അറിയാലോ, ഒരു തൈ 6 വർഷം ആവണമെങ്കിൽ അത്ര മണ്ണ് മാറ്റി നിറച്ച് അങ്ങനെ വലിയ കണ്ടെയ്നർ. ചിലവർ ഡയറക്റ്റ് കണ്ടെയ്നർ ഫാമിലേക്ക് കൊണ്ടുപോകും. പക്ഷെ മാംഗോസ്റ്റിൻ എൻ്റെ സജഷനിൽ കണ്ടെയ്നർ ഫാമിങ് ചെയ്യേണ്ടതാണ്. കാരണം വലിയ മരമാവണ ഒരു ഇതാണ്. അപ്പോൾ വേര് തിങ്ങുന്നതനുസരിച്ച് അതിന് വളർച്ച കുറയും. അപ്പോൾ നമുക്കതിന് ചെറിയൊരു പ്ലാന്റിൽ നിന്ന് വളരെ കുറച്ച് ഫ്രൂട്ട് വിരലുണ്ടാവുന്ന ഫ്രൂട്ട് അതിന് കിട്ടുള്ളൂ. അങ്ങനെ കണ്ടെയ്നർ ഫാമിന് കൊണ്ടുപോകുന്നവർക്ക് ഗ്രാഫ്റ്റ് നമുക്കുണ്ട് ഇവിടെ. ഗ്രാഫ്റ്റ് ആക്ച്വലി ഗ്രാഫ്റ്റും ബഡും ഒന്നും മാംഗോസ്റ്റിനിൽ സക്സസ്ഫുൾ അല്ല. നമുക്കൊരു 12 വർഷമായോ 15 വർഷമായി സീഡ്ലിംഗ് കുരു നട്ട് കിളിർപ്പിച്ച് ഉണ്ടായ മാംഗോസ്റ്റിനിൽ കിട്ടാനതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു 2% പോലും ചിലപ്പോൾ ഈ ഗ്രാഫ്റ്റിൽ നിന്ന് കിട്ടില്ല. പക്ഷെ നമ്മുടെ പേരിൽ വീട്ടിൽ മാംഗോസ്റ്റിൻ ഉണ്ടെന്ന് പറയാം. അധികം വലുതാവില്ല, വളരെ കുറച്ച് എണ്ണ അതിലുണ്ടാവും. അപ്പോൾ ഗ്രാഫ്റ്റ് തൈകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് അതിനകത്തുള്ള കാര്യം. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ വലിയ തൈകളൊക്കെ ആണെങ്കിൽ ഇവിടെ കാണുന്നുണ്ട് ഇതേപോലെ നട്ട് വളർത്തി വലുതായ തൈകളൊക്കെ തന്നെ ഇതുമാതിരി തട്ടി വളർത്തി കവർ 6 വർഷം കൊണ്ട് ഉണ്ടാക്കിയ തൈയാണ് നിൽക്കുന്ന തൈ. അതെ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അവിടെ ഇരിക്കുന്നത് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്, ഈ മാംഗോസ്റ്റിന് കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പൊതുവേ കേട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് 3 കൊല്ലത്തിൽ കായ്ക്കും, അതുപോലെ തന്നെ ചിലതിലാവുമ്പോൾ നമ്മൾ 6 കൊല്ലം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഏകദേശം എത്ര കൊല്ലത്തോളം എടുക്കും മെയിനായിട്ട് ഇത് ആവാനൊക്കെ ആയിട്ടാണെങ്കിൽ? ഒരു കുരു നട്ട് മുളപ്പിച്ച 7-8 ആണ് മാംഗോസ്റ്റിൻ കാക്കിയുള്ളൂ. ഇപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നു. അതായത് ചിലപ്പോൾ അറിവ് പരിമിത ആയതുകൊണ്ടാവാം ഞങ്ങൾക്ക് ഇത്ര കൊല്ലമായിട്ട് എനിക്ക് 33 വയസ്സ് 35 കൊല്ലമായിട്ട് മാംഗോസ്റ്റിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങി മാംഗോസ്റ്റിൻ പുതിയ നടലും കാക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ കൊടുത്ത തൈകൾ കൊടുത്ത എക്സ്പീരിയൻസിലും 7-8 മാംഗോസ്റ്റിൻ കാക്കിയുള്ളൂ കുരു നട്ട് മുളപ്പിച്ച. അപ്പോൾ നമ്മൾ 3 കൊല്ലത്തെ തൈ എടുത്താൽ 5 കൊല്ലം വെയിറ്റ് ചെയ്യണം. അതിലൊരു സംശയമില്ല. അതുമാതിരി തന്നെ ഇപ്പോൾ 5 കൊല്ലത്തെ എടുത്ത 3 കൊല്ലം വെയിറ്റ് ചെയ്യണം. അതിൽ 7-8 ചിലപ്പോൾ 7ാമത്തെ വർഷം കായ്ക്കും, ചിലപ്പോൾ 8. ഞങ്ങളിവിടെ കൊടുക്കുമ്പോഴും പറയും 4.5 അടി ഹൈറ്റുള്ള 4 വർഷത്തെ തൈയാണെങ്കിൽ 3-4 കായ്ക്കും എന്ന് പറഞ്ഞ് കൊടുക്കുള്ളൂ. അത് കൃത്യമായിട്ട് അത്ര സമയം പിടിക്കും. ഈ ഗാർസീന മാംഗോസ്റ്റന എന്ന് പറഞ്ഞ ഈ മാംഗോസ്റ്റിൻ ഫാമിലി അങ്ങനെയാണ്, അതിലാണ് കായ്ക്കുള്ളൂ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ റംബൂട്ടാൻ പ്ലാന്റ്സിൻ്റെ അടുത്തേക്കാണെങ്കിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റുകളാണോ നമ്മൾ പറഞ്ഞത്? ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നേറ്റീവ് പ്ലാന്റുകൾ. നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം നല്ല സ്ട്രെങ്ത് ഒക്കെ ഉള്ള നല്ല കട്ടിയുള്ള പ്ലാന്റുകളാണ് നമ്മുടെ. ബഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇനി നമുക്ക് ബഡ് 1-2 വർഷത്തിൻ്റെ അടുത്തായി ഈ പ്ലാന്റ്. ഇനി 1 വർഷം കൊണ്ട് കായ്ക്കും, അടുത്ത വർഷം കായ്ക്കും നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. ഇത് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു ലോട്ട് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള 400 ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എല്ലാവർക്കും പെട്ടെന്ന് കായ്ക്കണം, അതുകൊണ്ടാണ് 550 രൂപ വരുന്ന ഹൈറ്റുള്ള തൈക്ക് വരുന്നത്. ഇത് നമുക്ക് പ്രൂൺ ചെയ്യാൻ അറിയാം, മാംഗോസിൻ്റെ മാതിരിയല്ല, പ്രൂൺ ചെയ്ത് നിർത്താം. N18 വെറൈറ്റിയാണ്, പ്രൊഡക്ഷൻ കൂടുതലുള്ളതാണ്. നിങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടാവും. അതാണ് N18 വെറൈറ്റി. നമ്പർ 18 18 വെച്ചാൽ 1 കിലോ, അതാണ് അതിൻ്റെ N18 സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈറ്റും അതേപോലെ തന്നെ ഗ്രോത്ത് ഒക്കെ ആണെങ്കിലും നമുക്ക് മണ്ണിലോട്ട് മാറ്റുമ്പോൾ എന്തായാലും നല്ല രീതിയിലോട്ട് വരും അല്ലേ? അതെ, മണ്ണിലോട്ട് വെക്കുമ്പോൾ നമ്മൾ ആ ബഡിൻ്റെ താഴെ വരെ മണ്ണ് ഇടാവും. ബഡ് ഇതായതുകൊണ്ട് 1 2 നമുക്ക് 1 വർഷത്തിൽ കായ്ക്കും. 2ാമത്തെ വർഷം കൂടി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, നമുക്ക് പുറമേ കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. എല്ലാ കൊല്ലവും നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഫ്രൂട്ട് പിടിക്കും, കൂടാണ്ടുള്ള എല്ലാം സൈഡുകളും വെട്ടി ഒതുക്കി നിർത്തുക. മെയിൻ സ്റ്റെം ഒരുപാട് ഹൈറ്റ് വിടാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വാലിട്ട്, ഇപ്പോൾ നിങ്ങളിവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും, വാലിട്ട് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ അത്ര കാര്യങ്ങളാണ് റംബൂട്ടാനിൽ ശ്രദ്ധിക്കാനുള്ളത്. മാംഗോസ്റ്റിനിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ കിട്ടുന്ന സംഭവമാണ് റംബൂട്ടാൻ. പക്ഷെ റംബൂട്ടാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൊമേർഷ്യൽ മാർക്കറ്റിൽ മാംഗോസ്റ്റിൻ കുറച്ച് ക്വാണ്ടിറ്റിയും പ്രൊഡക്ഷൻ കുറച്ച് സമയമുള്ളതുകൊണ്ട് മാംഗോസ്റ്റിൻ കൂടുതൽ റേറ്റും, റംബൂട്ടാൻ കൂടുതൽ ആൾക്കാർക്കുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് പുറത്ത് കയറ്റുമ്പോൾ വിലയുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിന് കുറച്ച് ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങി. കാരണം എല്ലായിടത്തും ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല പ്ലാന്റ്സുകളാണ്. ഏകദേശം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സുകളാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെ അതെ, 2 മാംഗോസ്റ്റിൻ്റെയും റംബൂട്ടാൻ്റെയും 2 പ്ലാന്റുകളും നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള മദർ പ്ലാന്റ്, അത് ആ ക്വാളിറ്റി നമ്മൾ പറയുന്നത് അഷ്യൂർ ചെയ്യുന്നത്. 1 2 കൃഷിയും ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൃഷിയിലാണ്. പ്രസൻ്റ്ലി നല്ല കൃഷിയാണ്. പുതിയ ആൾക്കാർക്ക് ഇപ്പോൾ റബ്ബർ റീപ്ലാന്റ് ചെയ്യാനോ മറ്റെന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിലും നാളെ നമുക്ക് കൃഷിയായിട്ട് ചെയ്യാൻ
പറ്റുന്ന ആൾക്കാർ. അത് കൊണ്ടുപോയി വെച്ച് തിരിഞ്ഞു നോക്കാത്തവർക്ക് പറ്റില്ല, എന്ത് കൃഷിയും പറ്റില്ല, അല്ല ഓപ്പണായിട്ട് പറയാം. അല്ലെങ്കിൽ ഇത് നല്ലൊരു കൃഷിയാണ്. റംബൂട്ടാൻ പ്ലാന്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ സീഡായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ആൺ പെൺ ചെടികളൊക്കെ ഉണ്ട് ഇതിനകത്താണെങ്കിൽ. അപ്പോൾ സീഡായിട്ട് നമ്മൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആണ് ചെടികളാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നമ്മുടെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോയി കിട്ടും. അപ്പോൾ അതിനെ കുറിച്ച് ചേട്ടന് എന്താണ് പറയാനുള്ളത്? ആ ഒരു കാര്യം റംബൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഒരിക്കലും സീഡ്ലിംഗ് നടരുത്. പലരും കൊണ്ടുപോയി സീഡ്ലിംഗ് നടും. ചിലപ്പോൾ തൈയുടെ വില കമ്പയർ ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും പല രീതിയിലും ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്. 60% വെറുതെ ഒരു കുരുനട്ട റംബൂട്ടാനാണായിരിക്കും. ഇപ്പം നമ്മൾ അത്ര നാൾ വെയിറ്റ് ചെയ്ത് വെറുതെയോ അത് വെട്ടിക്കളയേണ്ടി വരില്ല, അതുമ്പോൾ ബഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും നല്ലത് ബഡ് തൈ വാങ്ങിച്ചു വെക്കുക. ബഡാണ് ഏറ്റവും നല്ല. അതിൽ നല്ല മുകളെടുത്ത് ബഡ് ചെയ്ത തൈകൾ വെക്കുമ്പോൾ നല്ല മെയിൽ, അതായത് മെയിലോ ഫീമെയിലോ നമ്മൾ ആ മദർ പ്ലാന്റ് നല്ല അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ട് ബഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടറിയാം. കട്ടി ഉണ്ടാവണം. ചിലർക്ക് കുറേ ഹൈറ്റ് ഉണ്ടാവും. ഹൈറ്റ് അല്ല, നമുക്ക് ആ കട്ടിയുള്ള, അതാണ് നല്ല കരുത്തുള്ള തൈകൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ തൈകൾ വേണം നോക്കി വാങ്ങാൻ. അപ്പം ഞാൻ പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ നമ്മൾ ഈ എന്താ പറയുക സീഡൊക്കെ കൊണ്ട് നടുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ റീസണാണ്. അതാണ് അതിൻ്റെ ഒരു റീസൺ അല്ലേ? ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. അതല്ലാതെ നമ്മൾ റംബൂട്ടാൻ കൃഷിയിലേക്ക് പോയി ചിലർ ബഡ് ക്വാളിറ്റി ഇല്ല എന്ന് പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്രൂട്ട് ചെറുതായി പോണു, പരന്നു പോണു, സ്ഥിരമായിട്ട് ഫ്രൂട്ട് കറക്റ്റ് ആവണില്ല. ചിലപ്പോൾ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി പിന്നത്തെ ജനറേഷൻസും കാണിക്കും. കൊണ്ടുപോയി വെക്കുന്ന മുകളം നല്ല മരങ്ങളുടെ ആവണം നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പുലാസാൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നമ്മുടെ പുലാസാൻ്റെ ചെടി ഇതാണ്. ഇപ്പോൾ ഇരിക്കുന്ന ചെറിയ അധികം വലിപ്പമില്ല, 2 അടി ഹൈറ്റ്. നമുക്ക് 500 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബഡ് ചെയ്തിട്ട് ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ കായ്ക്കും. ഒരു സൈസിലാണ്. നമുക്ക് പുലാസാനെ എപ്പോഴും വിളിച്ചു വെച്ചിട്ട് വരണം. നമ്മൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കില്ല. ഞാൻ പറയാം അതിൻ്റെ കാരണം കൊമേഴ്ഷ്യലി അത്ര ഫ്രൂട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. നമുക്ക് E35 ഉണ്ട്. ഇതുമാതിരി തന്നെ അപ്പുറത്തിരിക്കുന്നുണ്ട് യെല്ലോ കളർ റംബൂട്ടാൻ. നിങ്ങൾക്ക് അറിയാം E35 എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അത് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അതെല്ലാം എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയാണ് ആൾക്കാർ എപ്പോഴും കൊണ്ടുപോകുള്ളൂ, നമ്മളൊരു കളക്ഷന് വെക്കാൻ വേണ്ടി. പിന്നെ അപ്പുറത്ത് നമുക്ക് ചെറിയ തൈകൾ കാണാം. മാംഗോസ്റ്റിൻ്റെ ആ തൈകളൊക്കെ ഒരു കൊല്ലം ഇതാണ്. അത് നമ്മൾ വലുതാക്കാൻ വെച്ചേക്കുന്ന തൈകളാണ്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പുലാസാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റേറ്റിലാണ് ചെയ്യുന്നത്? 500 രൂപ. ഇത് 500 രൂപയുടെയാണ്. അതിൽ ചെറിയ തൈ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഒരു ഇത്രയെങ്കിലും സൈസായിട്ട് തൈ എപ്പോഴും വെക്കണം നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കുറച്ചൊരു 2.5 അടി ആയിട്ടാണെങ്കിൽ മുകളിലേക്ക് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മളൊരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ചിലപ്പോൾ പലർക്കാണെങ്കിലും ഒരു ധാരണ ഉണ്ടാവില്ല എന്തൊക്കെ വളം ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് ചേട്ടനാണെങ്കിൽ പറയാൻ പറ്റുന്നത്? മാംഗോസ്റ്റിനായാലും റംബൂട്ടാനായാലും പുലാസാനായാലും ഒരേ വളം ചെയ്താൽ മതി. നമ്മളിവിടെ ചെയ്യുന്നത് ചാണപ്പൊടി, എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്. അത് ഒരേ അളവിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. വലിയ ചെടികൾ ആണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ നമുക്കറിയാലോ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക. ജൈവവളത്തിൻ്റെ മാത്രം ആവശ്യമുള്ളൂ ഇതിന്. പിന്നെ സീസണിലെ ചില മണ്ണിൻ്റെ ഘടന അനുസരിച്ച് മൈക്രോ ന്യൂട്രിയൻസ് കുറവാണെങ്കിൽ, ഇപ്പോൾ മൈക്രോ റിച്ചോ മൈക്രോ ഫുഡോ അങ്ങനെ അത് അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങളുണ്ട്. അപ്പോൾ ചില മണ്ണിൽ അത് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ എന്നാലും നമുക്ക് നല്ല ഗ്രോത്തിലേക്ക് ആ ചെടീനെ കൊണ്ടുവരാൻ പറ്റും. അതെ. ഓക്കെ. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് എടുത്ത് ചോദിച്ചതാണ്. കാരണം അത് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണം. വെച്ചാൽ മാത്രം പോരല്ലോ, എന്ത് കൊടുത്താണ് അത് വലുതാക്കേണ്ടതെന്ന് പറയുന്നത് പലർക്കും അറിയില്ല. പിന്നെ എന്ത് മാംഗോസ്റ്റും റംബൂട്ടാൻ തൈയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുത്താൽ പോലും ആദ്യമായിട്ട് വെക്കുമ്പോൾ ചെറിയ ഷെയ്ഡ് വെച്ച് കെട്ടി കൊടുക്കണം. കാരണം എല്ലാ നഴ്സറിയിലും ഈ തൈകൾ ഷെയ്ഡിലായിരിക്കാം. അവർ ഗ്രോത്തിന് ഒരു 50% ഷെയ്ഡിലായിരിക്കാം. അതനുസരിച്ച് നമ്മൾ ഷെയ്ഡ് വെച്ച് കെട്ടി കൊടുത്തേക്കണം അതിൻ്റെ വേര് പിടിക്കുന്നവരെ. അതിനുശേഷം ആ ഷെയ്ഡ് മാറ്റാം. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ ഇരിക്കുമ്പോൾ നല്ലതാണ് ചെടികൾ കാണുന്നുണ്ടെങ്കിൽ അല്ലേ? ചെറിയ ചെടികളല്ലേ, വലിയ ചെടികളെ. അപ്പോൾ ഒരുപാട് ഇപ്പം നമുക്ക് മഴക്കാലമാണ്, ഷെയ്ഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇടയിൽ 2 ദിവസം നല്ല സൺലൈറ്റ് വന്ന ഒരു പക്ഷേ അത് വാടാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അതറിയില്ല, മാംഗോസ്റ്റും പ്രത്യേകിച്ച് ചെറിയൊരു ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അല്ലേ? വേര് പിടിക്കുന്നവരെ 6 മാസം തുടങ്ങി 1 കൊല്ലം വരെ കഴിഞ്ഞ് അത് മാറ്റാം. ഓക്കെ. ഞാനൊരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു റംബൂട്ടാൻ അതുപോലെ തന്നെ മാംഗോസ്റ്റിൻ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ വെക്കുമ്പോഴാണെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താ പറയുക, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് കരിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൻ പ്രശ്നം അതിന് ഷെയ്ഡ് വെച്ച് കൊടുക്കാത്താണ് ഒരു മെയിൻ പ്രശ്നം. അതായത് നമ്മൾ കൊണ്ടുപോയി നേരെ വെച്ച് ഓപ്പണായിട്ട് വെച്ച് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു. കാരണം ഇവർക്ക് അത്ര വെയിൽ കൊണ്ട് പരിചയമില്ല, ഈ ഷെയ്ഡിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഷെയ്ഡ് മസ്റ്റായിട്ട് വെച്ച് പോകുന്നാൽ ഈ ഷെയ്ഡ് നെറ്റുകൾ, ഗ്രീൻ നെറ്റുകൾ, അതല്ലെങ്കിൽ നമ്മുടെ പട്ടയില്ലേ ഈ
തെങ്ങിൻ്റെ പട്ട 2 ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കൊടുത്താൽ അത്രയെങ്കിലും ഷെയ്ഡ് മതി. കുറച്ചെങ്കിലും ഷെയ്ഡ് കിട്ടണം അതിന്. ചെറിയ മരമാണ്, കുറച്ചാൾ കഴിഞ്ഞ് അതിൻ്റെ വേര് പിടിച്ചത് മാറ്റാം. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രശ്നം മുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് അല്ലേ. അപ്പം അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാംഗോസിൻ്റെ ഇലകളിൽ പലരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫോട്ടോ അയച്ചു തരും. ഈ കൂമ്പല അല്ലെങ്കിൽ അറ്റം മാത്രം ഉണങ്ങി വരാം. അതൊക്കെ എൻ്റെ കാരണം ചൂട് കൂടുതലാണ്. ചിലപ്പോൾ ഈ വീടിൻ്റെ സൈഡിൽ ഷീറ്റ് ഉണ്ടാവും, ഇതിൻ്റെ സൈഡിലായിരിക്കും ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്ര ചൂടടിച്ചാലും അതിനെ പറ്റില്ല. അപ്പോൾ ഷെയ്ഡ് മസ്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞതാണ്. കാരണം ഒരുപാട് പേർക്കാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപകാരമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്. ആർക്കും അറിയില്ല, പലരും കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തിട്ട് ഉണങ്ങി കഴിയുമ്പോഴായിരിക്കും അയ്യോ എൻ്റെ പ്ലാന്റ് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഒന്ന്. അപ്പോൾ ചേട്ടാ, മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റംബൂട്ടാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും വേണം എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ധാരണ ഇപ്പം എന്നെ സംബന്ധിച്ച്. അതേപോലെ തന്നെയാണ് മാംഗോസിന് എനിക്ക് തോന്നുന്നു അത്രയധികം വേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതെവിടെ നടണം, ഏതൊക്കെ സ്ഥലത്ത്, എങ്ങനെയൊക്കെയുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത്? അപ്പോൾ അതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പറയാമോ? ആദ്യം ഞാൻ റംബൂട്ടാനെ കുറിച്ച് പറയാം. റംബൂട്ടാൻ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നടന്നാണ് നല്ലത്. നമ്മൾ ചെറുപ്പത്തിൽ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, പക്ഷെ അത് കഴിയുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ സൈഡിൽ നിന്നും വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ എത്രത്തോളം വെയിൽ ഇടും അതനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ വരുന്നത്. പൂക്കുന്ന റംബൂട്ടാൻ ഒരു സൈഡിൽ വെയിൽ കുറവാണെങ്കിൽ ആ ഏരിയയിൽ പൂക്കാതിരിക്കാൻ നമുക്ക് കാണാം, ശ്രദ്ധിച്ചറിയാം നമ്മൾ. അപ്പോൾ ഒരു സൈഡിൽ കുറേ മരങ്ങൾ തിങ്ങി മറ്റേ സൈഡിൽ ഓപ്പൺ ആണെങ്കിൽ അവിടെ ആയിരിക്കും ഉള്ള പ്രൊഡക്ഷൻ വരുന്നത്. റംബൂട്ടാൻ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ പ്ലാന്റ് ചെയ്യുന്നത്. എപ്പോഴും റബ്ബർ റീപ്ലാന്റ് ചെയ്യുക, ഇങ്ങനെ തട്ടായിട്ടുള്ള ഭൂമികൾ, അങ്ങനത്തെ ഭൂമികളെല്ലാം റംബൂട്ടാൻ നല്ലതാണ്. പിന്നെ റംബൂട്ടാൻ വീടിൻ്റെ ഒക്കെ കുറച്ച് സൈഡിൽ ഒക്കെ പ്ലാന്റ് ചെയ്താലും വലിയ കട്ടിയുള്ള വേരല്ല, അത് ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ചടുത്തൊക്കെ പ്ലാന്റ് ചെയ്താലും വലിയ ഇഷ്യൂ ഇല്ല, വലിയ മരമാവില്ല. അങ്ങനെ വലിയ മരമാവും, നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ഷേപ്പിൽ ഒതുക്കാൻ പറ്റും റംബൂട്ടാൻ. റംബൂട്ടാൻ അങ്ങനെയാണ്. മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഷെയ്ഡി പ്ലേസിൽ പ്ലാന്റ് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യാതിരിക്കാൻ നല്ലത്. മാംഗോസ്റ്റിൻ കുറച്ച് ഷെയ്ഡ് വേണ്ട പ്ലാന്റ് ആണ്. മറ്റുള്ള വലിയ മരങ്ങളെ താഴെ പ്ലാന്റ് ചെയ്ത് കുറച്ച് മാംഗോസ്റ്റിൻ വലുതായിട്ട് ആ മരം നോക്കി വെട്ടി കളഞ്ഞാൽ മതി, ഇതിൽ വീഴാണ്ട്. അങ്ങനെയാണെങ്കിൽ മാംഗോസ്റ്റിൻ നല്ലതാണ്. പിന്നെ മാംഗോസ്റ്റിൻ കുറച്ച് തിങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് നിന്നാലും പ്രൊഡക്ഷൻ അത്ര കുറയില്ല. റംബൂട്ടാനിൽ അത് വളരെ വ്യത്യാസം കാണിക്കും. ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. കാരണം നിങ്ങളോട് ചോദിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഷെയ്ഡിൽ വയ്ക്കുമ്പോഴാണെങ്കിൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടായിരിക്കും ഈ ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെയാണ് വെക്കേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇതെടുത്ത് ചോദിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഉപകാരമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് അറിയണമല്ലോ. നമ്മൾ കൊണ്ടുപോയിട്ട് റംബൂട്ടാൻ ഒരുപാട് ഷെയ്ഡുള്ള സ്ഥലത്തും മാംഗോസിന് ഓപ്പൺ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് വിളവെടുപ്പിൽ അതിൻ്റെ വ്യത്യാസം വളരെ നന്നായിട്ട് കാണിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ അത് എടുത്ത് ചോദിച്ചതാണ്. നിങ്ങൾക്കാണെങ്കിൽ അത് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മറുപടി നമ്മുടെ മനുഷ്യനാണെങ്കിൽ തന്നു അല്ലേ. ഞാൻ മെർലിൻ്റാണ് എനിക്ക് ആ പേര് വരുന്നത്. അപ്പോൾ മനു ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതേ ഒരു വഴി പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വീടിനോട് ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പറമ്പിലോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പറമ്പ് തന്നെ പറയാം അല്ലേ നമ്മുടെ നാടൻ ഭാഷയിൽ. ഓക്കെ, പറമ്പ്. അപ്പോൾ ഏകദേശം എത്ര ഇത് വരുന്നുണ്ട്, ഏക്കർ വരുന്നുണ്ട്? ഈ ഒരു 5 ഏക്കർ. നമ്മുടെ വീടിരിക്കുന്ന പ്രോപ്പർട്ടി 5 ഏക്കർ. അതിൽ ഫുള്ള് മാംഗോസ്റ്റിനാണ്. നമുക്ക് ജാതികൾ കാണാം. ജാതികളിലെ താഴെ മാംഗോസ്റ്റിൻ വെച്ചിട്ട് ഇപ്പോൾ ജാതികൾ ഓരോ കൊമ്പ് ഇറക്കി മുകളിലേക്ക് മാംഗോസ്റ്റിനെ കയറ്റി വിടാണ്. മാംഗോസ്റ്റിനാണ് പ്രയോറിറ്റി. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ മാംഗോസ്റ്റിൻ മരങ്ങൾ മാത്രമാവും. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കുളം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മീനും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഇതിനോടൊപ്പം ചേർന്ന് ചെയ്യുന്ന ഇതാണോ? ഒരു വഴി ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ടു ഫാമിലേക്ക്. ഒരുപാട് ആൾക്കാർ ഫാം കാണാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നടന്നു പോകുമ്പോൾ അപ്പുറപ്പുറം കുളം മീനുകളൊക്കെ കാണാം. അങ്ങനെ വിചാരിച്ചിട്ടേക്കുന്നത് മാത്രമാണ്. അല്ലാണ്ട് അതിന് സെയിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കുറെ പിലോപ്പിയും നെട്ടറും പിന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പൻ്റെ കാലത്തെ ഒരു സ്ഥിരമായിട്ട് ഇതിനെ ഫീഡ് ചെയ്യാന്നുള്ള ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ ആളെ തന്നെ റെഗുലറായിട്ട് ഫീഡ് ചെയ്യും, ഞങ്ങൾ ഫീഡ് ചെയ്യും. നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫീഡ് ചെയ്യാം, അപ്പോൾ കാണാവരെ അങ്ങനെയൊക്കെ. അടിപൊളിയാണ് അല്ലേ. ഇങ്ങോട്ടേക്ക് വന്നാലും കാണാൻ ഒരുപാടുണ്ട്. പിന്നെ ഏകദേശം ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട് അല്ലേ, 5 ഏക്കറൊക്കെ ഉണ്ട്. ഇത് നടന്ന് കാണുകയാണെങ്കിൽ കുറേ ഉണ്ട് അല്ലേ. മാംഗോസ്റ്റിൻ മെയിൻ വലിയ പ്ലാന്റുകൾ അവിടെയാണ്. 35 വർഷമായ മരങ്ങളുണ്ട്. നമുക്കൊരു 60, അതാണ് നമ്മുടെ തുടക്കം. 60 തുടങ്ങി 80 മരങ്ങളുടെ ഇടയിലാണ് തുടക്കം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമ്മളെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ നടുമ്പോൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിലുള്ള പല ഇതുകളൊക്കെ ഉണ്ടാവില്ല എന്നല്ല, അടുപ്പിച്ച് വെച്ചാൽ അവർക്ക് വളരാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 25 അടി 30 അടി മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ 25 അടി മിനിമം അത്രയെങ്കിലും സ്ഥലം ഇട്ടേക്കാം. അതിൽ നേരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കാതിരിക്കുക. കാരണം മരങ്ങൾ വലുതാവുമ്പോൾ ബ്രാഞ്ച് വലുതാവും. അപ്പോൾ നമുക്ക് ഇതിനെ റംബൂട്ടാനെ പ്രൂൺ ചെയ്തെങ്കിലും ഒതുക്കാം. മാംഗോസിന് നമ്മളൊന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ ഒരുപാട് വലിയ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിമുട്ടി തിങ്ങും. അപ്പോൾ നമുക്ക് അതിൽ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരും. റംബൂട്ടാനിൽ പ്രത്യേകിച്ചും. മാംഗോസ്റ്റിൻ്റെ വലിയ മരമായി അങ്ങോട്ടും കൺസിസ്റ്റഡ് ആയി നമ്മളത് ലേബർ കയറി പറക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യമേ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാംഗോസ്റ്റിനാണെങ്കിൽ 25 അടി 30 അടിയിലും കുഴപ്പമില്ല.
റംബൂട്ടാൻ മിനിമം 25 അടി. അത് പലരും അടുപ്പിച്ച് വെക്കാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൈ കൂടുതൽ പോകാനായിരിക്കും. നമുക്ക് പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർ അതല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ സ്ഥലത്ത് ഇത്ര ഉൾക്കൊള്ളുള്ളൂ, അതനുസരിച്ചുള്ള പ്ലാന്റ് വെച്ചാൽ മതി, എന്നാലാണ് അതിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഏക്കറിൽ 60 തുടങ്ങി 70 തൈ വരെ വെക്കാം ഏകദേശം. എപ്പോഴും കുറച്ച് അകലം കൂടിയാലും കുറവ് പ്ലാന്റ് ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ പറയുള്ളൂ. അതാണ് ഇതിന് നല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ചേട്ടൻ പറഞ്ഞാൽ 35 കൊല്ലത്തെ പ്ലാന്റുകളൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് പരിചയപ്പെടാം. വലിയ പ്ലാന്റുകൾ ഇപ്പോൾ ഇത് ഈ ഒരു സൈസാണ് 35 കൊല്ലം ഇപ്പോൾ ഉള്ള ഒരു പ്ലാന്റിന്റെ വലുപ്പം. നമുക്ക് മോളിലേക്ക് നോക്കിയാൽ കാണാം, നന്നായിട്ട് വിരിഞ്ഞ് ഇതുമ്പോൾ സുഖമായിട്ട് കയറി പോവാം. നമ്മൾ കയറിയിട്ടാണ് മാംഗോസ്റ്റിന് ഓരോന്നും പറിച്ചെടുക്കുക. വലത്തോട്ടിയിലാക്കിയിട്ട് താഴേക്ക് ഇറക്കും സഞ്ചിയിൽ. നിലത്ത് വീണ അത് എടുക്കില്ല, നിലത്ത് വീണ അത് കേടാണ്. അപ്പോൾ നിലത്ത് വീണ ഫ്രൂട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉള്ളിൽ ഈ കല്ലച്ചിരിക്കുന്നത്. നമ്മൾ ഈ നിലത്ത് വീഴാത്ത എല്ലാ ഫ്രൂട്ടും നമുക്ക് അധികവും കേരളത്തിന്റെ പുറത്തേക്കാണ് കയറുന്നത്. നമ്മൾ ഇവിടെ വന്നാലും ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും. നമുക്കൊരു 250 രൂപ താഴേക്ക് വരുമ്പോഴാണ് കേരളത്തിലെ ആൾക്കാർ കൂടുതലും ഇത് വാങ്ങിച്ച് കഴിക്കുക. അതുവരെ നോർത്തിലെ ആൾക്കാരായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഈ വില കുറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെയും ആൾക്കാരുടെ അടുത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തു വിടും. ഈ എല്ലാ കൊല്ലം ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കാണുന്നവർ തന്നെ ഇവിടെ വന്ന് വാങ്ങിച്ച ആൾക്കാരുണ്ടാവും. വിളിച്ച് ചോദിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞ മാതിരി. അതൊന്ന്. പിന്നെ മാംഗോസ്റ്റിൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു കാര്യം, എത്ര വെള്ളത്തിലും മാംഗോസ്റ്റിൻ പ്രശ്നമില്ല. വെള്ളം മുങ്ങി നിന്നാലും കേടാവാത്തൊരു ചെടിയാണ്. അതായത് പാടഭൂമി അല്ലെങ്കിൽ വെള്ളം കയറും അങ്ങനെ പേടിയുള്ള സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മാംഗോസ്റ്റിൻ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴേക്ക് ആ ക്യാമറ കാണിച്ചാൽ കാണാം. ഇവിടെ തോടാണ്, പണ്ടത്തെ പാടായിരുന്നു, കൊള്ളി കൃഷി ആയിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ പണ്ടത്തെ പാടം പിന്നെ നമ്മൾ കൃഷിഭൂമിയാക്കുമ്പോൾ ഇങ്ങനെ ഒരു തോട് ഇടണം, അല്ലെങ്കിൽ വെള്ളം കിട്ടും. അങ്ങനെയുള്ള തോടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് അതിലേക്ക് മുങ്ങിയാൽ നിൽക്കണേ. എന്നാലും മാംഗോസ്റ്റിൻ മരങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, 2018 വെള്ളപ്പൊക്കത്തിൽ 2 ദിവസം ഇതിന്റെ പകുതി മുങ്ങി നിന്നതാണ്. എന്നിട്ട് ഒരു മരങ്ങൾക്കും കുഴപ്പമില്ല, പക്ഷെ ജാതികൾ പോയി. അപ്പോൾ നമുക്ക് ലോങ് ടേം സെറ്റാണ് മാംഗോസ്റ്റിൻ. ഇപ്പോൾ നല്ലൊരു കാറ്റി എടുത്ത് ചാലക്കുടി ഭാഗത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങൾ ന്യൂസിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ. അന്നും നമുക്കൊരു മാംഗോസ്റ്റിൻ പോലും, പക്ഷെ ജാതികൾ വീണു. അത്ര സ്ട്രോങ് ആണ് വേര്. ലോങ് ടേം ആവും തോറും എസറ്റും കൂടും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. പിന്നെ നല്ല ഏണിങ്സും വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതെ നമുക്ക് കിട്ടും. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 250 കിലോടെങ്കിൽ 300 കിലോ വരെ ഉണ്ടാവുന്ന മരങ്ങളാണ്. അത് ചിലപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയും എത്ര ഉണ്ടാവോ എന്ന് സംശയം ചോദിക്കും. നമ്മളിത് അളന്നിട്ടുണ്ട്. ഓരോ കൊല്ലവും നമ്മൾ ഓരോ പ്ലാന്റിൽ നിന്ന് എത്ര കിട്ടും അങ്ങനെ നമ്മൾ അളക്കാറുണ്ട്. അതായത് ഇപ്പോൾ വലിയ മരങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം നമ്മൾ നോക്കും, നമുക്ക് ഇത് ഫ്യൂച്ചറിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ, ഇതിൻ്റെ ലേബറും എല്ലാം കഴിഞ്ഞ് ഇതിന് പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കിയിട്ടല്ലോ എന്ത് കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്ര സമയം നമ്മുടെ വെറുതെ പോവാ. അപ്പോൾ നമ്മൾ നോക്കാറുണ്ട് അത്ര വരുമാനമുള്ള മരങ്ങളാണത്. അത് ഞാൻ പറഞ്ഞ സെറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു പ്ലാന്റുകളാണ്, മാംഗോസ്റ്റിൻ പ്ലാന്റുകളാണ് അല്ലേ? അതെ, ഇതൊക്കെ എല്ലാം വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെ നമുക്ക് പറഞ്ഞു, അതായത് കേരളത്തിനകത്ത് തന്നെ ഇത്രയും മാംഗോസ്റ്റിൻ പ്ലാന്റുകളുള്ള വേറെ ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലാന്റേഷൻ ഇതാണ് ഏറ്റവും കൂടുതൽ വലിയ മരങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ തന്നെ ഇതിലും കൂടുതൽ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ അവരായിരിക്കും വലിയ പ്ലാന്റേഷൻ വരുന്നത്. കാരണം നമുക്ക് ഈ 5 ഏക്കറിൽ പ്ലാന്റ് ചെയ്യാൻ 5 ഏക്കറേ ഉള്ളൂ. ഇവിടുന്ന് 10-20 ഏക്കറിൽ 40 ഏക്കർ 50 ഏക്കർ അങ്ങനെയൊക്കെ പ്ലാന്റ് ചെയ്യാൻ കൊണ്ടുപോയവരുണ്ട്. ഫ്യൂച്ചറിൽ അവർക്കായിരിക്കും ഇതിന്റെ. ഇന്ന് തന്നെ ഞാൻ വന്നപ്പോൾ കണ്ടു, അതായത് 300 ചെടികൾ ഓർഡർ ചെയ്ത് പോയിട്ടാണെന്ന് കണ്ടു പ്ലാന്റേഷൻ. അതുപോലെ തന്നെ വേറൊരാൾ വന്നിട്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ 200 പ്ലാന്റുകൾ ഓർഡർ. അതെ. അപ്പോൾ അതുപോലെ ബൾക്കായിട്ടുള്ള പ്ലാന്റേഷൻ പിന്നെ ഒരുപാട് പേര് നമുക്ക് സ്ഥലമുള്ള അനുസരിച്ചാണ് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് പേർക്ക് സ്ഥലം ഉണ്ടോന്ന് ചെയ്യാതെയുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ഇതിന്റെ ലാഭവും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് അവർക്കത് മനസ്സിലായി, അവർക്ക് സമയവും കൃഷി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും വരുമല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ ആൾക്കാർ പ്ലാന്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളിത് ആദ്യം ചെയ്തു എന്നാണ് നമ്മൾ പറയാൻ പറ്റുക അല്ലെ? തീർച്ചയായിട്ടും അതിന് ചേട്ടന്റെ അച്ഛനോട് നന്ദി. അതെ, എല്ലാ കടപ്പാട് അച്ഛനോടാണ്. നമ്മളിത് ഒരു 3-4 കൊല്ലമായിട്ട് ഇതിന്റെ മാർക്കറ്റിംഗിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നു. പിന്നെ അത് റെഗുലറായിട്ട് നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ തന്നെ ചെയ്യേണ്ട അവസ്ഥ വന്നു. പണ്ടെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരായിരുന്നു ഈ ഇതിന്റെ എല്ലാം വന്ന് കച്ചവടം. അപ്പൊ കൃത്യമായിട്ടുള്ള പൈസ നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു പ്രചോദനം, പിന്നെ നമ്മൾ മറ്റുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് അതുമാതിരി ബിസിനസ് ചെയ്യാൻ ഒരു പാടില്ലാത്തൊരു പരിപാടി. കാരണം ഫ്രൂട്ട് നമ്മുടെ കയ്യിലുണ്ട്, മൊണപ്പൊളി മാർക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് കൃത്യമായിട്ട് എവിടെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം, എന്ത് ക്വാളിറ്റിയിൽ കൊടുക്കണം, ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ എന്തോ സമയം കൊണ്ട് എത്തിക്കണം. ഇത്ര അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനു ബ്രോയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചേട്ടൻ മിഥുൻ, അതുപോലെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മെർലിൻ അല്ലെ, നിങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കർഷകരാണ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലാണെങ്കിൽ ഉള്ള സ്ഥലത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ
പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ വെച്ച് പിടിപ്പിച്ച് സക്സസ്ഫുൾ ആക്കി മാറ്റി അല്ലേ? തീർച്ചയായിട്ടും അതിന് പുറകിൽ നല്ലൊരു ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാണെങ്കിലും ഈ ഒരു മേഖലയിലോട്ട് വരണം എന്നാണ്. അതെ അതെ, സ്ഥലം ഉണ്ടായിട്ട് വെറുതെ കിടക്കുന്നവർക്കൊക്കെ വെറുതെ അതിലൊരു വരുമാനം ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ല കൃഷിയാണ്. അതായത് നാളെ ആദായകരമാവും. സ്ഥലം വെറുതെ കിടക്കണ്ട, നമുക്ക് അതിൽ ആദായം കിട്ടും. പിന്നെ ഫ്രൂട്ടാണ്, നമുക്കും കഴിക്കാം. തീർച്ചയായിട്ടും കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മളിപ്പോൾ പുറമേ ഫ്രൂട്ട് പോയിട്ട് നമുക്കൊരു പ്ലാന്റ് നമ്മുടെ തന്നെ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കണതും നമ്മൾ വാങ്ങിച്ചു കഴിക്കണം ഭയങ്കര വ്യത്യാസം. മാനസികമായിട്ട് ഒരു ഫ്രൂട്ട് പറിച്ച് മരത്തിൽ നിന്ന് കഴിക്കണതും നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കണതും വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു വരുമ്പോൾ ഇവർ ഫാമിലേക്ക് നമ്മൾ വിടും. ഫാമിൽ ചിലപ്പോൾ ഫ്രൂട്ട് 1-2 നിലത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കും, നമുക്കറിയാതെ. അപ്പോൾ നമ്മൾ സീഡ്ലിങ്ങിൽ വെക്കുന്ന ഇതായിരിക്കും, വീണന്നത് കേടാവില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് കൊടുക്കും. അപ്പോൾ അതിനൊരു ഭയങ്കര സന്തോഷമാണ്. അത് തന്നെയാണ് എല്ലാവരും ഈ ഫാമിൽ നിന്ന് ഒന്ന് ഫ്രൂട്ട് വാങ്ങാൻ. പിന്നെ പലരും ചോദിക്കും ഇവിടുത്തെ ഫാമിൽ നിന്ന് ഒന്ന് വാങ്ങും, ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ശരിയാണ്, പറിച്ചിറങ്ങി നേരെ ചെല്ലണ ട്രെയിനാണ് അവർക്ക് എടുത്ത് കൊടുക്കണേ. അതൊരു ശരിക്കും അതിന്റെ വ്യത്യാസം വരും. അതൊക്കെ ഇതിലുണ്ട്, ആ ഒരു ഫാക്ടറും ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നഴ്സറിക്കകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സീസണിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉണ്ടാവണത് നെക്സ്റ്റ് സീസൺ അടുത്ത കൊല്ലം ഒരു മെയ് ജൂൺ ജൂലൈ ആയിരിക്കും നമുക്ക് സീസൺ വരുന്നത്. ഈ കൊല്ലത്തെ ഫുള്ളായിട്ട് കഴിഞ്ഞു. അതെ, പിന്നെ വിളിച്ചു ചോദിച്ചിട്ട് വരാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനകത്താണെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ട് കൊടുക്കണോ? ഇല്ല, കൊടുത്തോളൂ. നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അതെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വരിക. ഇനിയിപ്പോൾ സീസൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ ആ ടൈമിലൊക്കെയാണ് സീസൺ. ഫ്രൂട്ട് വാങ്ങാൻ വരുന്നവർ. അപ്പോൾ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബൾക്കിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 2000 കിലോ ഡെയിലി നമുക്ക് പ്രൊഡക്ഷൻ വരും സീസണിൽ. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അതിൽ നിന്ന് 2-3 എത്ര കിലോ ആണെങ്കിലും നമ്മൾ കൊടുക്കും. ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്നുള്ളൂ. കാരണം നമുക്ക് 4 മണിയാകുമ്പോൾ ഇതെല്ലാം കയറിപ്പോവും. അപ്പോൾ അതിൽ മുന്നേ നമുക്ക് 2 കിലോ 3 കിലോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ടൈം 4 മണിക്ക് ശേഷം നമ്മളൊന്നും എടുത്ത് വെക്കില്ല. അപ്പോൾ നിങ്ങൾ വരണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറവ് റേറ്റിലാണ് കിട്ടുന്നത്. അതെ, പ്ലാന്റ്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിനായിരിക്കും ഇവിടെ കിട്ടുന്നത്. ജെന്യുവനായിട്ട് നമ്മുടെ മദർ പ്ലാന്റിൻ്റെ തന്നെ തൈകളാണ്. ഇപ്പോൾ നമുക്ക് ശനി ഞായറും എല്ലാ ദിവസവും നമ്മളെ വീട്ടിൽ തന്നെ ഞങ്ങൾ കണ്ടല്ലോ, വീണ്ടും ചുറ്റുമാണ് ഫാമും നഴ്സറിയൊക്കെ ഉള്ളത്. അപ്പോൾ എന്ന് വന്നാലും കിട്ടും. പക്ഷേ വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരിക. കാരണം ചിലപ്പോൾ നമുക്ക് പണിക്കാരില്ലെങ്കിൽ നമുക്ക് കൂടുതൽ തൈ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഫ്രൂട്ട് ആണെങ്കിലും ശനി ഞായർ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഫ്രൂട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അന്നാണെങ്കിൽ അത് ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് കൃഷിഭൂമിക്കകത്ത് ഇന്നത്തെ വീഡിയോ ചെയ്തത് നമ്മൾ മെർലിൻ നഴ്സറിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിന് പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ വളപ്രയോഗങ്ങളാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നടിയിൽ തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അതെ നല്ലൊരു വീഡിയോ ആയി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ മനിച്ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനിച്ചേട്ടനെ എന്തെങ്കിലും ലാസ്റ്റായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളതൊന്നല്ല, ഇനി ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത്ര യങ്ങായിട്ട് കൃഷിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അപ്പോൾ ഫാദറായിട്ടാണ് കൃഷി മുഴുവൻ ചെയ്യണേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നാൾ അതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ വരുമാനമുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്ത് പോകുന്നുണ്ട്, നമ്മുടെ കൺട്രിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നിനും വരുമാനക്കുറവില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ എന്താണ് നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മാംഗോസും റംബൂട്ടാനും ഫാദറായി ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ അതിന് ഇത്ര റവന്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കൃഷിയിൽ പല ആൾക്കാരും കൃഷിയിൽ വരുമാനം ഇല്ലാണ്ട് സ്ഥലം ഒരുപാട് കയ്യിലുണ്ടായിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന 2 കൃഷിയാണ് മാംഗോസും റംബൂട്ടാനും. അത് റംബൂട്ടാൻ ലീസിനെടുത്ത് ചെയ്താൽ പോലും 2ാമത്തെ കൊല്ലം തുടങ്ങി വരുമാനം. 5 കൊല്ലം ലീസ് എടുത്താൽ ബാക്കി 3 കൊല്ലത്തെ നമുക്ക് ലാഭമുണ്ട്. അറിയേണ്ടതേ ഉള്ളൂ, അതേ ഉള്ളൂ. പിന്നെ നന്ദി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനു ബ്രോ ആണെങ്കിൽ നമുക്ക് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതെ നിങ്ങൾക്ക് ഈ ഒരു മെർലിൻ നഴ്സറിയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കൃഷിയുമായി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് ഇനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മളാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.